നിങ്ങൾ IM വിജയനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത കണ്ടിരുന്നോ? നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് നടന്നെന്നോ എന്തൊക്കെയോ ഒരു വാർത്ത. ഞാൻ വിചാരിച്ചു ഈ ഫുട്ബോൾ കാലത്ത് IM വിജയനെ കുറിച്ച് അങ്ങനെയുള്ള ഒരു വാർത്തയല്ല എന്ന് തിരക്കി ചെന്നപ്പോഴാണ് നിലവിളക്കിനടുത്ത് കൂടി ചെരുപ്പിട്ടുകൊണ്ട് നടന്നെന്നുള്ള ഒരു വാർത്ത വരുന്നത്. എന്താ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമോ? നിലവിളക്ക് എന്തുവാ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരൊക്കെ ഈ നിലവിളക്കും ഓട്ടുമന്തയും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി കാശുള്ളവന്റെ ആരാധനാലയങ്ങളിൽ എത്തുമ്പോൾ ഇത് പരിശുദ്ധമായി മാറും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സുനാമിക്ക് കൊല്ലം ഭാഗങ്ങളിലൊക്കെ ആരാധനാലയങ്ങളിൽ വിഗ്രഹം ഉടഞ്ഞു വീണെന്നറിയാമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ വിഗ്രഹത്തിന്റെ ആയുസ്സും ആശയങ്ങളും. എന്റെ കാശ് മുടക്കി എന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിലവിളക്കിന് മുമ്പിൽ ചെരുപ്പിട്ട് നടക്കണോ, ഷൂ ഇട്ട് നടക്കണോ, നഗ്നപാതനായി നടക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്നേ, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നേ. നിലവിളക്ക് എന്താ നിങ്ങളുടെയൊക്കെ അപ്പനോ? നോക്കൂ, ഈ കൊച്ചു കേരളത്തിൽ ഇതൊരു IM വിജയന്റെയും വേടന്റെയും മാത്രം കാര്യമായി കാണാൻ കഴിയില്ല. കാരണം IM വിജയനും വേടനും ഹിന്ദു സമുദായത്തിൽ ഹിന്ദുവായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ ജാതി കോമരങ്ങൾ, ഈ മതവെറിയർ, ഈ ജാതി തീവ്രവാദികൾ, ശശികലയെ പോലുള്ളവർ, ഇവർ ഇന്നും വേടനെയും IM വിജയനെയും ഹിന്ദുമായിട്ടോ ഹിന്ദു സമുദായമായിട്ടോ കാണാൻ കഴിയുന്നില്ല. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടാണ് നിലവിളക്കിന് മുമ്പിൽ ചെരുപ്പിടരുത്, ഷൂ ഇടരുത്, നഗ്നപാതനായി നടക്കണമെന്ന് പറയുന്നത്? ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഊരിയിടുക, കാലിൽ തൊട്ട് വണങ്ങുക, കാലിന്മേൽ കാല് വെച്ചിരുന്നു കഴിഞ്ഞാൽ അഹങ്കാരമായിട്ട് മാറുക, ഇതൊക്കെ ഏത് കാലത്തെ നിയമങ്ങളാണ്? ഇതൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാർക്ക് ലജ്ജ തോന്നുന്നില്ല എന്ന് ഓർക്കുമ്പോഴാണ് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടിട്ട് എന്ത് നേടാനാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചിലരൊക്കെ പറയുന്ന പോലെ ജീവിക്കണം, പ്രവർത്തിക്കണം എന്നൊക്കെ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അതൊക്കെ മടക്കി അങ്ങ് വെച്ചാൽ മതി, വെക്കേണ്ടിടത്ത്. പഴയകാല ചില മാമൂലുകളും സമ്പ്രദായങ്ങളും ഒക്കെ പൊളിച്ചെഴുതാൻ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. Subscribe and follow me.